നല്ലോണം നോക്കിക്കോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്ലവറാണ് ഇത്. കാണുമ്പോൾ ഇച്ചിരി പാടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ പേപ്പർ ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ചെറിയ സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവർ. ബട്ട് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ എടുത്താൽ മതി. ബട്ട് എനിക്ക് കുറച്ചുകൂടെ ചെറിയ ഷേപ്പ് വേണ്ടതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് സ്ക്വയേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതിനായിട്ടും ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ക്രാഫ്റ്റ് ഐഡിയയും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ സ്ക്വയേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് റെഡ് കളറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറിൽ ചെയ്യാം. അപ്പോൾ ഇത് കണക്കൊരു സർക്കിൾ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് റെഡ് കളർ അക്രൈലിക് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കാം. കാരണം ഇത് അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പേപ്പർ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പൊക്കെ കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് നല്ലപോലെ കിട്ടും. എന്നിട്ടൊരു പെൻസിൽ എടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ ആ പേപ്പറിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പശ ഒട്ടിച്ചില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ പശ എടുത്ത് ഞാൻ അതിനകത്തൊക്കെ ഒന്ന് തേച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. വീഡിയോക്കകത്തുള്ള ഓർഗനൈസർ ഇരിക്കുന്ന ഫെവി ഗമ്മ് നല്ലോണം ഒന്നും ഒട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഫെവിക്കോൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പശയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ അതിനകത്തേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പകുതിയാണ് തേച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ഫുൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. വീണ്ടും വീണ്ടും പശ ഒട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹാഫ് പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പയ്യെ പയ്യെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും നമ്മൾ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒട്ടും ക്ഷമയില്ലാതെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഞാൻ നല്ലപോലെ സമയം എടുത്താണ് ചെയ്തത്. കാരണം പെൻസിൽ ഒന്ന് ഫോൾഡായി വരെ ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മിക്കവാറും ഞാനൊന്ന് പൊളിച്ച് കളയുമെന്ന്. പക്ഷേ പിന്നെ ഞാൻ ക്ഷമയോടിരുന്ന് ചെയ്തു. വീഡിയോക്കകത്ത് സ്പീഡായിട്ട് കാണിക്കുന്നെങ്കിലും നല്ലപോലെ സമയം എടുത്താണ് ഞാനിത് ചെയ്തത് തന്നെ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്കതിൻ്റെ മടിയായിരുന്നു. കാരണം രാത്രിയായി. നാളെ തൊട്ട് സ്കൂളിലൊക്കെ വരുന്ന പഠിപ്പിച്ച് തുടങ്ങും. അപ്പം പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പാടായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഇളകിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്നുകൂടെ ഒട്ടിച്ചപ്പോൾ ശരിയായി. പിന്നെ ഒന്ന് ഷേപ്പ് ആക്കാനായിട്ട് സൈഡ് പോർഷനൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെയും കുറച്ച് പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അത് പിന്നെ അങ്ങനെ സമയം കിട്ടുമ്പം ഇരുന്ന് ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഒട്ടിക്കുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.